Namaskaram. It's an absolute pleasure to be here on this very wonderful day as we all are gathered here to witness the logo launch of the first digital news channel in Malayalam. വാർത്താ സംസ്കാരത്തിന് ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു സംരംഭം. ആ സംരംഭത്തിൻ്റെ ലോഗോ ലോഞ്ചിനോടനുബന്ധിച്ചാണ് ഇന്ന് ഞാനും വേദിയിലെ വിശിഷ്ട വ്യക്തികളും ഒപ്പം ലോകമെമ്പാടുമുള്ള ഓരോ മലയാളി പ്രേക്ഷകരും ഒത്തുചേർന്നിരിക്കുന്നത്. Ladies and gentlemen, I'm Andrea, your host, and let me welcome each one of you to the grand logo launch of the first digital news channel in Malayalam. നമുക്കെല്ലാവർക്കും അറിയാം, ഏതൊരു കാര്യവും ഏതൊരു പരിപാടിയും വെളിച്ചത്തോടു കൂടി തന്നെയായിരിക്കണം ആരംഭിക്കേണ്ടത്. So ladies and gentlemen, let's begin this official ceremonies on dais with the lamp lighting ceremony. And for that, I request all the dignitaries on stage to kindly move towards the lamp. And now, ladies and gentlemen, ഇന്നത്തെ ഈ ഒരു ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഔപചാരികമായി സ്വാഗതം ചെയ്തതിന് ലെറ്റ് മീ ഇൻവൈറ്റ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, ആ ചീഫ് എഡിറ്റർ. ലോകമെമ്പാടുമുള്ള മലയാളികളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, AD 1440 ജർമ്മൻകാരനായ ജോഹന്നാസ് ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിക്കുന്നതോടെയാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ വിവരസാങ്കേതിക വിദ്യയ്ക്ക് ആരംഭമാകുന്നത്. എന്നാൽ അച്ചടിയന്ത്രവും അച്ചടി വ്യവസായവും ലോകമെമ്പാടും വ്യാപിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് 500 വർഷങ്ങളായിരുന്നു, 5 നൂറ്റാണ്ട് കാലം. പിന്നീട് വിവരസാങ്കേതിക മേഖലയിൽ ഉണ്ടായ വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് ടെലഫോണിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. ടെലഫോൺ അതിൻ്റെ സ്വാധീനം ലോകമെമ്പാടും വ്യാപിപ്പിച്ചത് 100 വർഷങ്ങൾ കൊണ്ടാണ്, 1 നൂറ്റാണ്ട് കാലം. വിവരസാങ്കേതിക വിദ്യയുടെ രംഗത്തെ വിപ്ലവകരമായ കണ്ടെത്തലായിരുന്നു ടെലിവിഷൻ്റെ കണ്ടുപിടുത്തം. ടെലിവിഷൻ ലോകമെമ്പാടും അതിൻ്റെ സ്വാധീനമുറപ്പിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് 50 വർഷക്കാലമായിരുന്നു, 1/2 നൂറ്റാണ്ട് കാലം. 20-ാം നൂറ്റാണ്ട് അവസാനിച്ചത് ഇൻ്റർനെറ്റ് വിപ്ലവത്തോടെയാണ്. 2005-2006 ആദ്യത്തെ സ്മാർട്ട് ഫോൺ നിലവിൽ വരുന്നത്. പ്രിയമുള്ളവരെ, കേവലം 10 വർഷങ്ങൾ കൊണ്ട് സ്മാർട്ട് ഫോൺ വിവരസാങ്കേതിക രംഗത്ത് അട്ടിമറികൾ നടത്തി എന്ന് മാത്രമല്ല, ഈ ലോകത്തെ ആകമാനം അടിമുടി മാറ്റിമറിച്ചു. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിന് സ്വന്തമായൊരു ഭൂപ്രദേശമില്ല. ഏതാണ്ട് 400 കോടിയോളം ജനങ്ങളാണ് ഫേസ്ബുക്കിൽ അംഗങ്ങളായിരിക്കുന്നത്. അതിന് സ്വന്തമായൊരു ഭൂപ്രദേശമില്ല, അതിന് അതിർത്തികളില്ല, നമുക്ക് അത് അദൃശ്യമാണ്. ഇത്തരത്തിൽ ലോകം വിർച്വലായി മാറിയിരിക്കുന്നു. ഇന്ന് ലോകം 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്, ഓഫ്ലൈൻ ലോകവും ഓൺലൈൻ ലോകവും. നമ്മുടെ ഓഫ്ലൈൻ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും നാം പരിഹാരം കാണുന്നത് ഓൺലൈൻ ലോകത്താണ്. ഇപ്പം നിങ്ങൾ ഒരു പുസ്തകം വാങ്ങിക്കുന്നത്, നിങ്ങളൊരു വസ്ത്രം വാങ്ങിക്കുന്നത്, നിങ്ങളൊരു ഭക്ഷണം ഓർഡർ ചെയ്യുന്നത്, എന്തിനേറെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് പോലും ഈ ചെറിയ 6, 7, 8 ഇഞ്ച് നീളം മാത്രമുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ സ്മാർട്ട് ഫോണിനുള്ളിൽ ലോകത്തെ എല്ലാ കമ്പോളങ്ങളും 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, നിങ്ങളൊരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിനുള്ളിൽ ലോകത്തെ എല്ലാ വിമാനത്താവളങ്ങളും ലോകത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു ക്രിക്കറ്റ് കളി കാണുന്നത്, നിങ്ങളൊരു ഫുട്ബോൾ മത്സരം കാണുന്നത്, നിങ്ങളൊരു സിനിമ കാണുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൂടെയാണ്. അവിടെ വിനോദശാലകളും ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും എയർപോർട്ടുകളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 10 മില്ലിമീറ്ററോ 12 മില്ലിമീറ്ററോ മാത്രം നീളമുള്ള ഒരു സിം കാർഡിനുള്ളിൽ ഈ ലോകം ഉള്ളടങ്ങിയിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുനിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴിയാണ്. വാർത്തയുടെ മഹാപ്രളയമാണ് ഈ ഡിജിറ്റൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലേക്ക് പുതിയൊരു വാർത്തയുടെ സംസ്കാരവുമായി കടന്നു വരികയാണ് ഞങ്ങൾ. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, പ്രവർത്തിച്ച് തെളിയിക്കാനാണ് തീരുമാനം. വാർത്തയെന്നാൽ സത്യമായിരിക്കണം, വാർത്തയെന്നാൽ വസ്തുതയായിരിക്കണം, വാർത്തയെന്നാൽ നിഷ്പക്ഷമായിരിക്കണം. ഏറ്റവും പ്രധാനമായി വാർത്ത സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ളൊരു പ്രക്രിയയായിരിക്കണം. ഈ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ന്യൂസ് ചാനൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ലോഗോ പ്രകാശനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ ശശി തരൂർ MP ആണ്. ഒരാമുഖവും ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ
ഏറ്റവും അഭിമാനത്തോടെ വിശ്വപൗരൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഏക മലയാളി വ്യക്തിത്വമാണ് ഡോക്ടർ ശശി തരൂർ. ആഗോള രംഗത്ത്, അന്താരാഷ്ട്ര രംഗത്ത് ഇത്രയധികം ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു മലയാളി വ്യക്തിത്വം ഇന്ന് ശശി തരൂരല്ലാതെ നമ്മോടൊപ്പം വേറൊരാളില്ല. അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്, ക്ഷണിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ മേഖലയിൽ അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതികളെയും വികാസങ്ങളെയും കുറിച്ച് അവഗാഹമായ പാണ്ഡിത്യമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. മാത്രവുമല്ല, ഈ പുരോഗതികളെ, ഈ വികാസത്തെ മനുഷ്യ പുരോഗതിക്കായി, മനുഷ്യരുടെ നന്മയ്ക്കായി, സാമൂഹിക പുരോഗതിക്കായി എപ്രകാരം പ്രയോജനപ്പെടുത്തണം, എപ്രകാരം വിനിയോഗിക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തവും ശക്തവുമായ കാഴ്ചപ്പാടും ബോധ്യങ്ങളുമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ലോഗോ പ്രകാശന ചടങ്ങിലേക്ക് ഏറ്റവും ആദരവോടെ, ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോബി ജോർജ്, എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ വേണു ബാലകൃഷ്ണൻ, മാനേജിംഗ് എഡിറ്റർ ശ്രീ പി കെ പ്രകാശ്, ഫിനാൻസ് കൺട്രോളർ ശ്രീ ശ്രാവൺ കെ ദേവ് എന്നിവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള എൻ്റെ പ്രിയപ്പെട്ട മലയാളികളായ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി, നിങ്ങളാണ് ഞങ്ങളുടെ പ്രേരണ. നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടുകൂടി, സഹർഷം, സവിനയം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ആൻഡ് നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മളോട് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോബി ജോർജ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ്. വെൽക്കം സർ. നമസ്കാരം. ഞാൻ എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കാരണം വലിയ വലിയ വ്യക്തിത്വങ്ങളുടെ മുമ്പിലാണ്. എന്നിരുന്നാലും എനിക്കൊരു കാര്യം വ്യക്തമായ ധാരണയുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു നിറ സാന്നിധ്യമാകാൻ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റിന് സാധിച്ചത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അകമഴിഞ്ഞ സഹകരണം മൂലമാണ്. നമ്മൾ അവരെ ചിരിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു ഒക്കെ ചെയ്യുമ്പോഴും മലയാളികളുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഗുഡ്വില്ലിന് ഇപ്പോൾ ഒരവസരം കിട്ടിയിരിക്കുകയാണ്. അതെ, മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ചാനൽ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ലോക മലയാളികൾക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും കരുതലും ആണ് ഞങ്ങളുടെ മുഖമുദ്ര. ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി ഇനി മുതൽ ഗുഡ്വില്ലിൻ്റെ ഈ ന്യൂസ് ചാനൽ ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും സന്തോഷം തരുന്നത്, എൻ്റെ പെറ്റമ്മയുടെ മണ്ണിൽ ഇത് ഞാൻ തുടങ്ങുമ്പോൾ എൻ്റെ പോറ്റമ്മയുടെ മണ്ണുമായി ബന്ധമുള്ള ലോകപ്രശസ്തനായ ഡോക്ടർ ശശി തരൂർ ഇവിടെ സന്നിധനായിരിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ പോറ്റമ്മയുടെ നാടിന് കൊടുക്കുന്ന ഒരു അംഗീകാരമായും ഞാൻ കരുതുന്നു. സന്തോഷത്തോടെ ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. താങ്ക് യു. നന്ദി ശ്രീ ജോബി ജോർജ്. And now, ladies and gentlemen, I would like to welcome Sri Venu Balakrishnan, Executive Editor, to speak a few words. നമസ്കാരം. ഈ ഡിജിറ്റൽ ന്യൂസ് ചാനലിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യാൻ ആദരണീയനായ ഡോക്ടർ ശശി തരൂർ എത്തിയതിൽ അതീവ സന്തോഷമുണ്ട്. ഈ ഡിജിറ്റൽ ന്യൂസ് ചാനലിൻ്റെ പ്രത്യേകത എന്താണ്? അത് മറ്റ് സമാനമായ സംരംഭങ്ങളുടെ വഴിയെ പിന്തുടരുന്ന ഒന്നായിരിക്കില്ല. അത് സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒന്നായിരിക്കും. ഈ ഡിജിറ്റൽ ന്യൂസ് ചാനലിൻ്റെ ഒരു USP ആയി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും ആ മൗലികതയാണ്. OS, ഓൺ സ്റ്റോറീസാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ കണ്ടെത്തുന്ന ഞങ്ങളുടെ സ്റ്റോറികൾ. നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് വിഘാതമായി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാകാം. അതിനെ നിങ്ങൾക്കൊപ്പം നിന്ന് അതിജീവിക്കുക എന്നതാണ് ഈ പുതിയ ആദ്യത്തെ മലയാളത്തിലെ ഡിജിറ്റൽ ന്യൂസ് ചാനലിൻ്റെ മാർഗരേഖ. 2 തരം മാധ്യമപ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഈ നിഷ്പക്ഷ മാധ്യമപ്രവർത്തനത്തിൻ്റെ കാലം കഴിയുന്നു എന്നത്.
പലപ്പോഴും മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുകയാണ് ശരി എന്ന നിലപാടിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുമ്പോൾ അത് ജനപക്ഷമായിരിക്കുക എന്ന നീതീകരണം പോലുമില്ലാതെ ഏതെങ്കിലും കൊടിയുടെ പക്ഷത്തിലേക്ക് മാധ്യമപ്രവർത്തകർ എത്തുന്നുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾ എത്തുന്നുണ്ട്. അത് ദൗർഭാഗ്യകരമാണ്. പല മോഹങ്ങളും മാധ്യമപ്രവർത്തകരെ ഭരിക്കുന്നു അവർ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ. പലർക്കും അതിനുള്ള അനുമോദനങ്ങൾ കിട്ടുന്നു, സമ്മാനിതരാകുന്നു. തെരഞ്ഞെടുപ്പുകളിൽ വരെ മത്സരിക്കുന്ന അത്തരം പദവികളിലേക്ക് വരെ എത്തുന്ന പടവുകളായി ഈ പ്രവർത്തന മേഖല ചുരുങ്ങുന്നു. ഈ ഡിജിറ്റൽ ന്യൂസ് ചാനലിൻ്റെ എഡിറ്റോറിയൽ ബോർഡുമായി ബന്ധപ്പെട്ട് മലയാളി പ്രേക്ഷകർക്ക് ആർജവത്തോടെ നൽകാൻ കഴിയുന്ന ഉറപ്പ് അത്തരം ഒരു ദുർമോഹങ്ങൾക്കും ഈ എഡിറ്റോറിയൽ ബോർഡ് വിധേയപ്പെടില്ല എന്നതാണ്. ഒരു പ്രത്യേക താൽപ്പര്യത്തിൻ്റെ ചങ്ങലയും ഈ നാവ് ഉയരുന്നതിന് വിഘാതമാകില്ല എന്നാണ്. മറ്റൊരു മേഖല കൂടിയുണ്ട് ഈ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. അത് അധീനപ്പെടാതിരിക്കുന്ന, അധികാരത്തോട് സന്ധി ചെയ്യാതിരിക്കുന്ന പ്രതിരോധത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ കരൺ ഥാപ്പറിനെയൊക്കെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ആ രംഗം എത്രമാത്രം ദുർഘടം പിടിച്ചതാണ് എന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം സ്വന്തം പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഗുജറാത്ത് വംശഹത്യാനന്തരം അദ്ദേഹത്തെ അഭിമുഖം ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ചോദ്യങ്ങളിൽ തന്നെ അലോസരപ്പെട്ട് മോദി എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ അഭിമുഖം അങ്ങനെ തുടങ്ങുന്ന വേളയിൽ തന്നെ നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതവിടെ അവസാനിക്കുന്നില്ല. എന്നുവെച്ചാൽ അധികാരം സ്വതന്ത്രമായ നാവിനെ വേട്ടയാടുന്ന കാലം അവിടെ തുടങ്ങുകയാണ് എന്ന ഉദാഹരണമാണ് കരൺ താപ്പർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കാലങ്ങൾ കഴിയുന്നു, പതിറ്റാണ്ടുകൾ കഴിയുന്നു, പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറുന്നു. അതിനുശേഷം കരൺ താപ്പറിന് BJP മന്ത്രിമാരുടെയോ BJP നേതാക്കന്മാരുടെയോ ബഹിഷ്കരണം നേരിടേണ്ടി വരുന്നു, ഉപരോധം നേരിടേണ്ടി വരുന്നു. ആദ്യം അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നില്ല. പിന്നീട് അവർ തന്നെ രഹസ്യമായി താപ്പറിനോട് പറയുന്നു ഞങ്ങൾക്ക് വിലക്കുണ്ട് എന്ന്. എന്നിട്ട് താപ്പറിൻ്റെ കഥ കഴിഞ്ഞോ? ഇല്ല, സജീവമായി നിൽക്കുന്നു. ദ വയർ, ക്വിൻ്റ്, കാരവൻ, അങ്ങനെ പ്രതിരോധത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിജീവനത്തിൻ്റെ ശേഷി എത്രത്തോളമുണ്ട് മാധ്യമ സംരംഭങ്ങൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക് എന്നതിൻ്റെ തെളിവായി. അതുകൊണ്ട് ഏതെങ്കിലും താല്പര്യത്താൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ നിശബ്ദനാക്കാൻ കഴിയുമെന്ന് ഏതെങ്കിലും സങ്കേതങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് സാധ്യമല്ല. അതിൻ്റെ പ്രതിരോധം ഇവിടെ തുടങ്ങുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി വരികയാണ് മലയാളത്തിലെ ഈ ആദ്യത്തെ ഡിജിറ്റൽ ന്യൂസ് ചാനൽ. ഈ സംരംഭത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും പങ്കാളിത്തവും ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ടൈറ്റിൽ പോലും, അഥവാ ഈ ഡിജിറ്റൽ ന്യൂസ് ചാനലിൻ്റെ നാമം പോലും നിങ്ങളെ കൂടി പ്രധാനമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതിലേക്ക് ഡോക്ടർ ശശി തരൂർ വരുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാനും കഴിയും. വളരെയധികം നന്ദി എല്ലാവർക്കും. താങ്ക് യു വേണു സർ. അടുത്തതായി നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ PK പ്രകാശ്, മാനേജിംഗ് എഡിറ്റർ. ഈ ലോഗോ പ്രകാശനം ചെയ്യുന്ന ആദരണീയനായ ശ്രീ ശശി തരൂർ, ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറും എൻ്റെ ചെയർമാനുമായ, ഒപ്പം തന്നെ പ്രമുഖ സിനിമാ നിർമ്മാതാവ് കൂടിയായ ശ്രീ ജോബി ജോർജ് തടത്തിൽ, ചീഫ് എഡിറ്റർ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ വേണു ബാലകൃഷ്ണൻ, സുഹൃത്തുക്കളെ, ഒരു പുതിയ മാധ്യമ സംരംഭം തന്നെയാണിത്. മലയാളത്തിന് ഏറ്റവും സുപരിചിതരായ 2 പ്രമുഖ മാധ്യമപ്രവർത്തകർ നമ്മോടൊപ്പമുണ്ട്. ഒന്ന്, ഏഷ്യാനെറ്റിലൂടെ മാധ്യമപ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ പാത വെട്ടിത്തുറക്കുകയും മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ ചീഫ് ഓഫ് ന്യൂസായി പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. മറ്റൊരാൾ ഏഷ്യാനെറ്റിലൂടെ ഒരു കേരളം ശ്രദ്ധിക്കുന്ന ഒരു അവതാരകനായി മുന്നോട്ട് വരികയും മലയാള മനോരമ ന്യൂസിലൂടെയും റിപ്പോർട്ടർ TV-യിലൂടെയും മാതൃഭൂമി ചാനലിലൂടെയും വാർത്താ അവതരണം എന്ന് പറയുന്നത് ഗൗരവമായ ഒരു മാധ്യമപ്രവർത്തനമാണ് എന്നും അത് ആഴത്തിൽ പഠിച്ച് സാമൂഹിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന ഒന്നാണെന്നും തെളിയിച്ച ശ്രീ വേണു ബാലകൃഷ്ണൻ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാധ്യമപ്രവർത്തകരുടെ മുൻകൈയിൽ ആരംഭിക്കുന്ന ഈ പുതിയ വാർത്താ സംരംഭം
അതിന് അതിൻ്റേതായ പ്രത്യേകതകൾ എന്തുകൊണ്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ചീഫ് ജസ്റ്റിസ് ശ്രീ NV രമണ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നമ്മുടെ മാധ്യമ മേഖലയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു, അപ്രത്യക്ഷമായിരിക്കുന്നു. പ്രധാനപ്പെട്ട കുംഭകോണങ്ങളോ അഴിമതികളോ ഭരണതലത്തിലെ തെറ്റുകളോ നിരന്തരം തുടർച്ചയായി ഓർമ്മപ്പെടുത്തുന്ന ആ പഴയ മാധ്യമ പ്രവർത്തനം ഇന്നില്ല എന്നാണ് അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞത്. ഒരു പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന ആൾ അത് പറയുകയാണ്, മാധ്യമപ്രവർത്തനം നിരാശാജനകമായി മാറുന്നു എന്നത്. അപ്പോൾ ഗൗരവമായ ഒരു മാധ്യമപ്രവർത്തനം ആവശ്യപ്പെടുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെയോ വാട്സാപ്പിൻ്റെയോ വ്യക്തികൾ അവരുടെ ഒരു പ്രതികരണം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാർത്താരീതികളെ അതുപോലെ തന്നെ പകർത്തുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തനം മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഗൗരവമായ ഒരു മാധ്യമപ്രവർത്തനം മലയാളികൾ, അത് ലോകത്തിൻ്റെ എവിടെയും ആകട്ടെ, അവരാവശ്യപ്പെടുന്ന ഗൗരവമായ മാധ്യമപ്രവർത്തനം, നല്ല അന്വേഷണാത്മക റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകളുടെ വിഷയങ്ങൾ, അത് അവർ നേരിടുന്ന പ്രതിസന്ധികൾ, അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തനം, മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം, ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക്, അത് കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ ആരുമാകട്ടെ, അതിനെതിരെ നിരന്തരമായ ജനപക്ഷത്തു നിന്നുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം, അത്തരമൊരു മാധ്യമപ്രവർത്തനത്തിന് തുടക്കമിടുക എന്നതാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന് എല്ലാ ജനവിഭാഗങ്ങളും, മലയാളികൾ, അവർ ലോകത്തിൻ്റെ ഏതു കോണിലാകട്ടെ, അതിനോട് പൂർണ്ണമായി പിന്തുണയും ആശംസയും അതിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Nandi Prakash sir. Well, now it's an honor to invite our chief guest for today, a man who doesn't need any kind of introduction. Ladies and gentlemen, please join me to welcome Dr. Shashi Tharoor MP for the keynote address. A very warm welcome, sir. Thank you very much. Shri Jovi George, Chairman and Managing Director, Shri Unni Balakrishnan, Shri Venu Balakrishnan, Shri Prakash. ഇത് വലിയൊരു അവസരമാണെന്ന് ഞാൻ കാണുന്നത്. നമ്മുടെ മാധ്യമത്തിലൊരു എവല്യൂഷനാണ്. ആ എവല്യൂഷൻ ശരിക്ക് നമ്മൾ കുറച്ച് കേട്ട് കഴിഞ്ഞു. It is in three ways. It's in how we generate news, it is in how we consume news, and how quickly both happen. ഈ മാറ്റം നമ്മൾ ഉണ്ണി ഇതിനെക്കുറിച്ച് കഥ പറയുമ്പോൾ ഗൂട്ടൻബർഗിൻ്റെ ബൈബിളിനൊപ്പം ആരംഭിച്ചു. പക്ഷേ ആ എവല്യൂഷൻ അദ്ദേഹം പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾ, കുറേ നൂറ്റാണ്ടുകൾ എടുത്തു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് അദ്ദേഹം പറയാത്തൊരു കാര്യമാണ്, ദി ആഡ്വെൻറ്റ് ഓഫ് സാറ്റലൈറ്റ് ടെലിവിഷൻ ആൻഡ് ദ ട്രാൻസിഷൻ ഫ്രം ദാറ്റ് ടു ഡിജിറ്റൽ. എന്ത് പറ്റിയേ, ഞാൻ ടെലിവിഷൻ വെസ്റ്റേൺ വേൾഡൊക്കെ വരാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഒരു അരനൂറ്റാണ്ട് ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഐക്യരാജ്യസഭയിൽ യൂഗോസ്ലാവ് സിവിൽ വാറിനെ നയിക്കുന്ന സമയം, യുദ്ധത്തെ നയിക്കായിരുന്നില്ല, അതിൻ്റെ ഞങ്ങൾ സമാധാനം കൊണ്ടുവരുന്ന പീസ് കീപ്പിംഗ് എഫേർട്സ് നയിക്കുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ രീതി എന്തായിരുന്നു, ഒരു അപകടം, ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കും യൂഗോസ്ലാവിയയിൽ, ഞങ്ങളുടെ പീസ് കീപ്പിംഗ് ഫോഴ്സിന് ജനറൽമാരൊക്കെ അവിടെ പോയി അതിൽ പങ്കെടുക്കും, അതിനെ റിസോൾവ് ചെയ്യാൻ നോക്കും. പിന്നെ അവരുടെ ഓഫീസിൽ രാത്രി തിരിച്ചെത്തി ഒരു കേബിൾ ഡിക്റ്റേറ്റ് ഞങ്ങൾക്ക് അയച്ചു തരും. ഞങ്ങളത് ന്യൂയോർക്കിൽ കിട്ടും, ഞങ്ങൾ വായിക്കും, പഠിക്കും, കൺസൾട്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം സെക്യൂരിറ്റി കൗൺസിലിന് ഒരു റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു സാധാരണ രീതി. പക്ഷേ സാറ്റലൈറ്റ് ടെലിവിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് മുമ്പ് ആർക്കും അനുഭവമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ സാറ്റലൈറ്റ് ടെലിവിഷൻ വന്ന കാരണം ഞങ്ങളെത്തി ഇന്നലെ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഇന്ന് കൗൺസിലിനോട് പറയുമ്പോൾ അംബാസഡർമാർ ചാടി പറയുന്നു, ഞാൻ 5 മിനിറ്റ് മുമ്പ് ടെലിവിഷനിൽ കണ്ടുവല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്, ഇപ്പോൾ ഇതാണ് എത്തിയിരിക്കുന്നത്, ഇവിടെയാണ് പറഞ്ഞാൽ. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം ആ ജനറൽ ഞങ്ങൾക്ക് ന്യൂയോർക്കിൽ വാർത്ത എത്തിക്കാൻ കൂടി സാധിച്ചിട്ടില്ല. അംബാസഡർമാർ, ഞങ്ങളുടെ പിന്നെ മുതലാളികൾ, സെക്യൂരിറ്റി കൗൺസിൽ ഇരുന്നിട്ട് അവർ ടെലിവിഷൻ കണ്ട ശേഷമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് ടെലിവിഷൻ മുതൽക്ക് ഞങ്ങൾക്ക് ഒരു മനസ്ഥിതി മാറ്റാൻ തുടങ്ങി എല്ലാവരുടെയും. ഉടനെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇൻ റിയൽ ടൈം വ്യക്തികൾക്ക് കാണാൻ സാധിക്കുമെന്ന്. അതൊരു 10-15 വർഷം നടന്ന ശേഷം
ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു റെവല്യൂഷനായി. ആദ്യം ഇൻ്റർനെറ്റിൻ്റെ ജോലി ന്യൂസ് ജനറേഷൻ ആയിരുന്നില്ല, അത് വെറും ഒരു വെഹിക്കിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു. പ്രധാനപ്പെട്ട ഉപയോഗം സോഷ്യൽ കോൺടാക്ട്സ്, ഫേസ്ബുക്കല്ലേ ആദ്യം വന്നിട്ട് എല്ലാവരും ജീവിതത്തിൽ ഇൻവേഡ് ചെയ്തത്. പക്ഷേ വേഗം എല്ലാവരും കണ്ടുപിടിച്ചു ഇൻ്റർനെറ്റ് വഴിക്കും ന്യൂസ് ജനറേഷൻ വേഗം ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ് വെബ്സൈറ്റ് ആരംഭിച്ചു. ആ വെബ്സൈറ്റ്സിൽ അവരുടെ സ്റ്റോറീസ് അവർ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ചില ന്യൂസ് പേപ്പേഴ്സ്, പ്രസിദ്ധപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ്, വാഷിങ്ടൺ പോസ്റ്റോ പിന്നെ മാഞ്ചസ്റ്റർ ഗാർഡിയനോ, ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ഇപ്പോൾ അവർ പ്രിൻറ്റ് ചെയ്ത് വായിപ്പിക്കുന്ന ഓരോരോ ദിവസത്തെ പേപ്പറിനെക്കാട്ടും 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ഒക്കെയാണ് അവരുടെ ഓൺലൈൻ പ്രസൻസ് ലോകം മുഴുവൻ. ഇൻ്റർനെറ്റിന് പല ഗുണങ്ങളുണ്ട്. അതിൽ ഒരു ഗുണമാണ് ജിയോഗ്രഫി ഈസ് നോട്ട് എ ഫാക്ടർ. നമ്മൾക്ക് ഒരു പ്രിൻ്റ് എഡിഷൻ ഒരു പേപ്പർ വായിക്കണമെന്നുണ്ടെങ്കിൽ ആ പേപ്പർ ആ ന്യൂസ് പേപ്പറിനെ പ്രിൻറ്റ് ചെയ്ത ഒരു റീച്ച് ഉണ്ടാകും. ആ റീച്ചിലേക്ക് നമ്മൾ കയ്യിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് നമ്മൾ താമസിക്കാൻ അവിടെ എത്താൻ കുറേ കാര്യമായിരിക്കും. അല്ലെങ്കിൽ അവർക്കൊരു വേറൊരു ഓവർസീസ് എഡിഷൻ ആരംഭിക്കേണ്ടി വരും. അതൊരു എക്സ്പെൻസീവ് പ്രോപ്പോസിഷനാണ്, എല്ലാവരും ചെയ്യില്ല. ഇൻ്റർനെറ്റിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇന്ന് കേരളത്തിലൊരു വാർത്ത ഇറങ്ങിയാൽ അത് അവർ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ദുബായിലാണോ കുവൈറ്റിലാണോ ന്യൂയോർക്കിലാണോ ഓസ്ട്രേലിയയിലാണോ അതൊന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് ലോകത്തിൽ എല്ലാവരുടെയും ഒരേ സമയത്ത് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് ഇൻ്റർനെറ്റ് മൾട്ടിമീഡിയ ആയി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റിപ്പോർട്ടർ ഒരു സ്റ്റോറി എഴുതാം, അതിൻ്റെ ഒപ്പം ഫോട്ടോസ് വയ്ക്കാം, അതിൻ്റെ ഒപ്പം അത് ആ സ്റ്റോറിയിൽ പങ്കെടുത്ത വ്യക്തികളോട് സംസാരിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. റീഡേഴ്സിന് അവർ കമൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ടാവും. ഇതെല്ലാം നോക്കുമ്പോൾ ഇൻ്റർനെറ്റ് വഴിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണത് ഒരു സ്റ്റാറ്റിക് ന്യൂസ് പേപ്പർ നമ്മൾ കയ്യിൽ പിടിച്ച് വായിക്കണ പോലെയല്ല. അതിനെക്കാട്ട് എത്രത്തോളം ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആണ്. ഒരേ സമയത്ത് അതിവേഗം നമ്മൾക്ക് എല്ലാം സാധിക്കുന്നു. നമ്മൾ ഇന്ന് രാവിലെ വായിച്ച വാർത്ത ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞു. 12 മണിക്കാണ് രാത്രി അവർ പിന്നെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ പോയിട്ട് ഇതിനെ ഫൈനലൈസ് ചെയ്യണം. നമ്മൾ അവർ വാർത്ത സംഭവിച്ചത് ലെറ്റ്സ് സേ അപ് ടു 8-9 മണി രാത്രി വരെ ആയിരിക്കും. അതിന് എഴുതുന്നു, പ്രിൻറ്റ് ചെയ്യുന്നു 12 മണിക്ക്, നമ്മൾ വായിക്കുന്നു അടുത്ത രാവിലെ 7 മണിക്ക്. അപ്പോൾ ഓൾറെഡി ദ ന്യൂസ് ഇസ് ഔട്ട് ഓഫ് ഡേറ്റ്. ഇൻ്റർനെറ്റിന് അതൊന്നും പ്രശ്നമല്ല. ഇൻ്റർനെറ്റിൽ ഇപ്പോൾ സംഭവിക്കുന്നു, 15 മിനിറ്റിനകത്ത് അവർ സ്റ്റോറി വയ്ക്കുന്നു അല്ലെങ്കിൽ വീഡിയോ വയ്ക്കുന്നു, നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റ് കൺസംഷൻ ഓഫ് ന്യൂസും നമ്മൾക്കിപ്പോൾ കിട്ടാൻ പോകുന്നുണ്ട്. ഇതാണ് ഡിജിറ്റൽ മീഡിയയുടെ ശക്തി. ഇത് നമുക്ക് പറയാം സാറ്റലൈറ്റ് ടെലിവിഷൻ വഴിക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു ടെലിവിഷൻ ചാനൽ ഒരു പത്രത്തിനെ പോലെ ഒരു സ്ട്രക്ചറുണ്ട്. അവർക്ക് ഓരോരോ സമയത്ത് പ്രൈം ടൈം ന്യൂസോ ഓരോരോ സമയത്ത് ഓരോരു പിന്നെ ഫിക്സ്ഡ് പ്രോഗ്രാമിംഗ് ഒക്കെ ഉണ്ടാവും. നമ്മൾ 7 മണി ന്യൂസിൽ കണ്ടതിന് നമ്മൾ വീണ്ടും 9 മണി ന്യൂസിൽ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, അതും ഒരു പ്രശ്നമാണ്. പക്ഷേ ഡിജിറ്റൽ ന്യൂസിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ന്യൂസ് ക്യാൻ ബി കെപ്റ്റ് ഫ്രഷ്, ന്യൂസ് ക്യാൻ ബി കെപ്റ്റ് അപ് ടു ഡേറ്റ്, ന്യൂസ് ക്യാൻ ബി ആഡഡ് ടു. ആൻഡ് ഒരു ഓൾ ഡിജിറ്റൽ ചാനൽ, ഡിജിറ്റൽ ഓൺലി ചാനൽ ആയിട്ട് നമ്മൾ ഇന്ന് ലോകപ്രകാശനം ചെയ്യാൻ പോകുന്ന ചാനൽ വരുമ്പോൾ അവർ മലയാള ന്യൂസ് കൺസ്യൂമേഴ്സിനൊരു കാര്യം ചെയ്യുന്നത്, അവർ പറയുന്നു ഞങ്ങൾ വി ആർ നോട്ട് റിസ്ട്രിക്റ്റഡ് ബൈ ജിയോഗ്രഫി, വി ആർ നോട്ട് റിസ്ട്രിക്റ്റഡ് ബൈ ടൈം, വി ആർ നോട്ട് റിസ്ട്രിക്റ്റഡ് ബൈ ഡിസ്റ്റൻസ്. എല്ലാം ഞങ്ങൾ ഉടനെ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഐ വോണ്ട് ടു വിഷ് യു ഓൾ ഗ്രേറ്റ് സക്സസ്. ഇറ്റ്സ് an amazing venture. ഈ മാധ്യമ ലോകം ഇങ്ങനെ എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ എവല്യൂഷൻ ഒരു വലിയൊരു ഡെവലപ്മെൻറ്റാണ്. പ്രസിദ്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ള അനുഭവികളാണ് ഈ ചാലഞ്ചിനെ അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വെല്ലുവിളിയെ പരിഹരിക്കാൻ യു കുഡ് നോട്ട് ബി ഇൻ ബെറ്റർ ഹാൻഡ്സ്, എനിക്കൊരു സംശയവുമില്ല. ഒരേ സമയത്ത് ഇന്ന് നമ്മൾ പ്രകാശനം ചെയ്യാൻ പോകുന്നത് ഒരു ലോഗോ ആണ്. ആ ലോഗോയിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി അട്രാക്റ്റീവ് ലോഗോ. പക്ഷെ അത് മാത്രമല്ല, ഈ ചാനലിൻ്റെ ഒരു ഉദ്ദേശം ന്യൂസ് ഷുഡ് ബി അബൌട്ട് യു. അത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നമ്മളെല്ലാവർക്കും എന്തൊക്കെ വായിക്കാനുള്ള അവസരം ഉണ്ടാകും. പക്ഷേ ഹൗ ഡു യു റിലേറ്റ് ന്യൂസ് ടു ദ റെസിപ്പിയൻറ്റ് ഓഫ് ദ ന്യൂസ്, ദ കൺസ്യൂമർ ഓഫ് ദ ന്യൂസ്. ഇത് നമ്മളുടെ ചാനൽസിനൊക്കെ ഒരു സ്വഭാവമുണ്ട്, ബ്രേക്കിംഗ് ന്യൂസ് എല്ലാം ഈ 2 മിനിറ്റ് സ്ക്രീനിൽ ഫ്ലാഷ് ചെയ്യാൻ. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്യുന്നതിന് എന്താ അതിൻ്റെ നമ്മുടെ ജീവിതത്തിൽ എന്താ ഇതിൻ്റെ എഫക്റ്റ്, എന്താ ഇതിൻ്റെ ഒരു കോൺസിക്വൻസ്, അത് ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ ഇവർ
തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസിൽ നിങ്ങൾ ആ ന്യൂസ് കാണുന്നവർ, കേൾക്കുന്നവർ, വായിക്കുന്നവരാണ് സെൻട്രലായി വരേണ്ടത്. അതുകൊണ്ടാണ് ഈ ചാനലിൻ്റെ പേര് അവർ ഇട്ടിരിക്കുന്നത്. പറയട്ടെ, യു ടോക്ക്. സോ യു ടോക്ക് ടു ദ ചാനൽ ആൻഡ് ദേ വിൽ ടോക്ക് ബാക്ക് ടു യു. അതാണ് ഈ പുതിയ കോൺസെപ്റ്റ്. ഇതിൽ ഞാൻ എല്ലാ വിധത്തിലും എല്ലാ സക്സസ്സും ആശംസിച്ചിട്ട് ഐ വിഷ് യു ഓൾ എ ഗുഡ് സർവീസ് ടു സൊസൈറ്റി. ഞാൻ എപ്പോഴും ഫ്രീഡം ഓഫ് ദ പ്രസ്, എനിക്ക് പല ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ എപ്പോഴും ഫ്രീഡം ഓഫ് ദ പ്രസ്സിന് വേണ്ടി നിന്നിട്ടുണ്ട്. ചിലവർ തെറ്റ് ചെയ്യും, ചിലവർ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, ചിലവർ മിസ്യൂസ് ചെയ്യും. പക്ഷേ നമ്മളുടെ സൊസൈറ്റി, നമ്മുടെ സാമൂഹ്യം നന്നാവണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ജനാധിപത്യ ശക്തിയാവണമെന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് ദ പ്രസ് അത്യാവശ്യമാണ്. ഇറ്റ്സ് ഇൻഡിസ്പെൻസിബിൾ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ പറയുന്നു. പ്ലീസ് ഡിപ്പിക്ട് ദി എഫക്ട്സ് ദ ന്യൂസ് ഹാസ് ഓൺ ദി people who are receiving the news, but also always remember that whatever you do will strengthen our society, strengthen our democracy, or weaken it and undermine it. And that responsibility, I hope you will always be conscious of. അത് മാത്രം പറഞ്ഞത് ഒരിക്കലും കൂടി I'm happy to wish all the best to UTalk and to inaugurate their logo. Now begins the movement, UTalk, a never-seen-before one in digital news media, as we create a trusted space for everyone who wants their voice to be heard. The logo of the very first digital news channel infuses layers of meanings into a design that initiates a conversation. Presenting the logo of UTalk, which is simple and relatable, drawing parallels with the ideas represented by the channel. The logo can be inferred upon as a person whose arms are raised towards the sky, representing freedom. The letters Y and T from UTalk are incorporated in the logo. The colorful logo brims with life and energy, engaging people with myriad views, stanzas, and representations. The chip icons represent how communication technologies, content, and networks converge. The logo shows UTalk as a global platform that transcends borders, speaking about people from all strata. The image of a fingerprint is synonymous with technology at your fingertips. The images of doors represent the opening to a multitude of possibilities, letting in information without barriers. The layers explore the stages of news development, focusing on folds of facts and opinions. The image represents the multi-dimensional comprehensiveness of news. The waves in the logo stand for broadcast frequency. In this post-truth era, let's stay together, vouch for facts, and fight for the right to talk. You talk. ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നതിന് I would like to welcome on stage Sri Shravan K. Dev, Finance Controller, Goodwill Entertainments. A very warm welcome to you. I would like to thank each and everyone for coming out, for taking your time and coming out and blessing on this huge occasion. First of all, I would like to thank Honorable Member of Parliament, Dr. Shashi Tharoor, for sparing his time by understanding the need of this initiative in this era. Sir, we are deeply indebted to you, and we believe your thoughts would definitely enlighten us as we embark this journey in accelerating the pace of generation and consumption of news. Once again, we would like to thank you from the bottom of our heart for doing this honor, sir. We would like to also thank Mr. Joby George Tadathil, Chairman and Managing Director of Goodwill Entertainments, for fueling this vision and also for the constant energy that he has been investing in each and every minute for the achievement of this goal. Sir, we all are deeply indebted to you, and we thank you from the bottom of our heart for your time and for your effort. We would also like to thank Chief Editor Sri Unni Balakrishnan, Executive Editor Venu Balakrishnan, and also Managing Editor P.K. Prakash in helping us to establish a new era in modern day news media. We would also like to thank branding partner Sri Zainul Abid as well and Sri Dilip Kumar of Design Company for the wonderful logo and presentation sketches. On behalf of Goodwill Entertainments, we would like to thank each and everyone who has came out here
Thank you. Have a good day. Thank you very much, Sri Saravan. The first digital news channel in Malayalam, You Talk. നിഷ്പക്ഷമായ വാർത്തകൾ തീർച്ചയായിട്ടും നിങ്ങളിൽ എല്ലാവരിലേക്കും ഞങ്ങൾ എത്തിച്ചിരിക്കും. Once again, thank you all for being a part of this wonderful ceremony. This is Andrea signing off. Thank you very much.